രാജ്യം നടുങ്ങിയ ദുരന്തത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ മാതൃകാപരമായ പുനരധിവാസമെന്നാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ദുരന്തബാധിതർക്കെന്ന് സർക്കാർ നൽകിയ ഉറപ്പ്. അതുവരെ അവർക്ക് സമാശ്വാസമായി തുകയും പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ദുരന്തബാധിതർക്കുള്ള 9,000 രൂപയുടെ ധനസഹായ വിതരണം അവസാനിപ്പിച്ചിരിക്കുന്നു സർക്കാർ. 1000-ഓളം ദുരന്തബാധിതർക്കാണ് ഈ ധനസഹായം കൈത്താങ്ങായിരുന്നത്. ചൂരൽമലയിലെ അച്ചാർ വിൽപ്പന നടത്തുന്ന 8 സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോയത് ഈ സഹായത്തിന്റെ ബലത്തിലായിരുന്നു. സഹായം നിലച്ചതോടെ വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ് എല്ലാവരും. ഞാൻ മുണ്ടക്കൈ 11-ാം വാർഡിൻ്റെ ഹരിതകർമ്മസേനയായിരുന്നു. അപ്പോൾ നമ്മൾ വാർഡിലൊന്നും പോകണില്ല, വേറെ വാർഡിലേക്ക് പോകണം. നമുക്കങ്ങനെ അറിയില്ല, അങ്ങനെ അതുകൊണ്ട് പണിയൊന്നും ഇല്ലാതെ ഇപ്പോൾ ഈ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാർഡിലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ പേരിൽ എനിക്ക് വീടില്ല, മുണ്ടക്കായി പോയി താമസിക്കാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഞങ്ങൾ മരിച്ചു പോയവരെക്കാളും കഷ്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അങ്ങോട്ട് ആലോചിക്കുമ്പോൾ എന്തിനാ ബാക്കിയായി എന്ന് തോന്നിപ്പോകും. അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കാണുന്നവർക്കറിയില്ല ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടാണ് ഈ വരുന്നതെന്ന്. കച്ചവട സ്ഥാപനങ്ങൾക്ക് 1 രൂപ പോലും നഷ്ടപരിഹാരം സർക്കാർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ബിൽഡിംഗ് ഉടമകൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കിയാണ് ഈ ബിൽഡിങ്ങുകൾ കംപ്ലീറ്റ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ കാര്യങ്ങളൊന്നും എവിടെ എത്തിയിട്ടില്ല. അത് പറഞ്ഞതുപോലെ തന്നെ സാധാരണ ആളുകൾക്ക് ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് 9,000 രൂപ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ അത് നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ഈ മേഖലയിൽ സർക്കാർ ഇടപെടണം.